എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും BTV യൂട്യൂബ് ചാനൽ ഇന്നു തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യൂ. നമസ്കാരം, BTV ഫീലിംഗ് ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഒരു ആർട്ടിസ്റ്റ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ആക്ഷൻ കണ്ടിന്യൂറ്റി, കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി, പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി, ലൊക്കേഷൻ കണ്ടിന്യൂറ്റി, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് അസിസ്റ്റൻസാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ഡയറക്ഷൻ സൈഡിലുള്ള ആളുകൾ, എല്ലാ ആർട്ടിൻ്റെ ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഒരു ആർട്ടിസ്റ്റ് ഒരു ക്ലോസ് ഷോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ ആർട്ടിസ്റ്റ് ചിലപ്പോൾ ക്ലോസ് ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് അയാളുടെ ഇപ്പോൾ ഒരു ഫുൾ കൈയാണ് അയാളിട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ കൈ ചിലപ്പോൾ ചുരുട്ടി വെച്ചിരിക്കും. ക്ലോസ് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഷോട്ട് മാറ്റി വയ്ക്കുമ്പോഴേക്കും ഒരു വൈഡ് ഷോട്ടോ 2 ഷോട്ടിലേക്ക് മാറ്റി വയ്ക്കുമ്പോഴേക്കും ചിലപ്പം അത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ഒരു 10-15 അരമണിക്കൂർ വരെ എടുത്തേക്കാം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ പിന്നീട് എപ്പോഴെങ്കിലും എടുക്കുന്നതെങ്കിൽ ആ കണ്ടിന്യൂറ്റി അടുത്ത ഷോട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ആർട്ടിസ്റ്റ് അവിടെ ഇവിടെയൊക്കെ പോയി വരുമ്പോഴേക്കും ചിലപ്പോൾ കൈയുടെ ഷർട്ടിൻ്റെ ഫോൾഡിങ് അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഒരു ചേഞ്ചസ് സംഭവിക്കാതെ അതിനോട് നമ്മൾ സമയം കഴിഞ്ഞിട്ടാണ് എടുക്കുന്ന ഷോട്ടെങ്കിലും അതിൻ്റെ തുടർച്ചയായ ഷോട്ടാണ് സിനിമയ്ക്കകത്ത് വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഷോട്ടിലെ കണ്ടിന്യൂറ്റി, കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി നമ്മൾ ശ്രദ്ധിക്കണം. അയാൾ ഉപയോഗിച്ചിരുന്ന കോസ്റ്റ്യൂംസ് എങ്ങനെയൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, അയാളുടെ ലുക്ക്, കൈയുടെ ആംഗിൾ പോയത്, അല്ലെങ്കിൽ അയാളുടെ മൂവ്മെൻറ്റ്സിൻ്റെ കണ്ടിന്യൂറ്റി. ഈ കണ്ടിന്യൂറ്റി, ആക്ഷൻ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി, പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി, ഇത്തരം കുറേ സെക്ഷൻസ് ഉണ്ട്. പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റിയിൽ നമ്മൾ ആ ഒരു കയ്യിലൊരു ബാഗ് ഇരിക്കുന്ന ആളോ അല്ലെങ്കിൽ കാറ് തുറന്നു വരുന്നതോ അങ്ങനെയുള്ള ഏത് സാധനത്തെ നമ്മൾ ഒരു പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി, അത് ആർട്ടിൻ്റെ സെക്ഷനിൽ പെടുന്ന പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി. അതുപോലെ കോസ്റ്റ്യൂം, നമ്മളുടെ കോസ്റ്റ്യൂമിൻ്റെ കളറ്. ഇപ്പോൾ ഇന്നൊരു സീൻ എടുത്തു, അത് പിന്നീട് ഒരു ആഴ്ച കഴിഞ്ഞിട്ടോ ആ സീനിലെ 1-2 ഷോട്ട് അല്ലെങ്കിൽ 1-2 മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ ആ ഒരാഴ്ച കഴിഞ്ഞോ അത് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും എടുക്കുക, അല്ലെങ്കിൽ പിറ്റേന്ന്. അപ്പോൾ അങ്ങനെ ഒക്കെ വരുമ്പോൾ നമ്മൾ അയാളിട്ട ഷർട്ട് അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ ഉപയോഗിച്ച പ്രോപ്പർട്ടി, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതാണ് നമ്മൾ ഈ കണ്ടിന്യൂറ്റി നോട്ടിങ് എന്ന് പറയുന്നത്. ആക്ഷൻ കണ്ടിന്യൂറ്റി, കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി, പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആക്ഷൻ കണ്ടിന്യൂറ്റി ഒരു ആർട്ടിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ്, ചലനങ്ങൾ ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എവിടെയാണോ കഴിഞ്ഞ ഷോട്ടിൽ നിർത്തിയിരുന്നത് അതിനോട് ജോയിൻ ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ അടുത്ത ഷോട്ടിലേക്ക് ആർട്ടിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നതിനാണ് ആക്ഷൻ കണ്ടിന്യൂറ്റി. അതുപോലെ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി. കോസ്റ്റ്യൂം ഇപ്പോൾ കൈ മടക്കി അല്ലെങ്കിൽ മുണ്ട് മടക്കി കൊടുത്ത് ചെയ്തിരുന്ന ഒരു സീന്, ഒരു ഷോട്ട് അടുത്ത ആംഗിൾ മാറുമ്പോഴത്തേക്കും ആ കോസ്റ്റ്യൂമിൽ ചേഞ്ചസ് അല്ലെങ്കിൽ ആ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റിയിൽ ചേഞ്ച് വരാതെ നോക്കണം. അതാണ് കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി. അതുപോലെ പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി, കയ്യിലിരിക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ഒരു ഇടത് കൈയിലോ വലത് കൈയിലോ അങ്ങനെ അങ്ങോട്ടുകൊണ്ട് ചിലപ്പോൾ മാറിപ്പോകും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷനാണ് ഈ അസിസ്റ്റൻസിൻ്റെ ഇടയിൽ ആക്ഷൻ കണ്ടിന്യൂറ്റി, കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി, പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി. അപ്പോൾ ഇത്തരം കണ്ടിന്യൂറ്റീസ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പല സിനിമയ്ക്കകത്തും പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രധാനമായൊരു സിനിമയ്ക്കകത്ത്, മലയാളത്തിലുള്ള സിനിമയ്ക്കകത്ത് ഗാന്ധിജിയുടെ ഒരു പോർഷനിൽ ആ ഗാന്ധിജിയുടെ ചെരുപ്പിലടിച്ചിരിക്കുന്ന തുകൽ ചെരുപ്പ് ആണ് ഗാന്ധിജി ഉപയോഗിക്കുക. അപ്പോൾ ചെരുപ്പിലടിച്ചിരുന്ന ഒരു കമ്പനിയുടെ പേര് കണ്ടു എന്നതിൻ്റെ പേരിൽ ഈ അവാർഡ് കമ്മിറ്റി തിരസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞ ചില കഥകൾ കേട്ടിട്ടുണ്ട്. അതുപോലെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഇതാണ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ പ്രോപ്പർട്ടി ചെക്കിങ്. ഇതെല്ലാം ഇത്തരം സാധനങ്ങൾ നമുക്ക് പിന്നീട് അതൊരു വലിയ ഡിഫക്റ്റായിട്ട് വരും. സിനിമ കാണുമ്പോൾ കാഴ്ചക്കാരന്
അതുപോലെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ, നമ്മൾ റിച്ചായ ഒരാൾക്ക് നമ്മൾ ഇപ്പോൾ ഒരു കോസ്റ്റ്യൂം തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും റിച്ചായ ആളുകളുടെ കോസ്റ്റ്യൂംസ് നമ്മൾ ബ്രാൻഡഡ് കോസ്റ്റ്യൂംസുകൾ ഉപയോഗിക്കുമ്പോൾ അയാളുടെ സാമ്പത്തിക സ്ഥിതി, ആ കഥാപാത്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അത് തോന്നിക്കുന്ന രീതിയിലുള്ള ബ്രാൻഡഡ് കോസ്റ്റ്യൂംസുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അയാളുടെ ഇനിയിപ്പോൾ ഒരു പണക്കാരനാണെന്ന് കരുതി അത് അയാൾ ഒരു ബ്രാൻഡഡ് കോസ്റ്റ്യൂംസ് ഉപയോഗിക്കണം. അയാൾ ചിലപ്പോൾ അയാളുടെ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയെ കൂടി നമ്മളിതിനകത്ത് കാണാനായിട്ടില്ല. ഒരു മൈസറായ ഒരാൾ, ഒരു പിശുക്കനായ ഒരാൾ, അയാൾ ഒരു കാശും അങ്ങനെ ധാരാളമായി ചിലവാക്കാൻ താല്പര്യമുള്ള ഒരാളായിരിക്കില്ല. ആ കഥാപാത്രത്തിൻ്റെ മൂഡാണ്. അപ്പോൾ അയാൾ ചിലപ്പോൾ വളരെ ഇതായിട്ടുള്ള ലീനറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വില കുറഞ്ഞ വസ്ത്രമായിരിക്കും അയാൾ ഉപയോഗിക്കുക. ആ വസ്ത്രത്തിലും അയാൾ ലാഭം കാണുകയും അങ്ങനെ അയാളുടെ വീട്ടിൽ നമ്മൾ അലങ്കരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ നമ്മൾ ഇൻറ്റീരിയറൊക്കെ സെറ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു വളരെ കുറേ പ്രോപ്പർട്ടീസ്, ആർട്ട് പ്രോപ്പർട്ടീസ് കൊണ്ട് നമ്മൾ നിറയ്ക്കും അതിനെ. ആ വീട്ടിൽ താമസിക്കുന്നത് ആര്, അയാളുടെ സാമ്പത്തിക സ്ഥിതി എന്ത്, അയാളുടെ ഒരു സ്വഭാവ രീതി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ വീടിനെ ഒരു ആർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട കോസ്റ്റ്യൂംസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല ക്യാമറമാനും പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രെയിം വെച്ച് ഒരു ബ്ലാങ്ക് വാള് കണ്ടാൽ, ഒരു വൈറ്റ് ഒരു ഒന്നുമില്ലാത്തൊരു ചുമര് കണ്ടാൽ ക്യാമറമാൻ പണ്ടൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി ഒരു പിക്ചർ വയ്ക്കൂ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അത് ഒരു ക്യാമറാമാൻ്റെ ഒരു വിഷനാണ്, അയാളുടെ ഒരു ധാരണയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരണ. പക്ഷേ ആ കഥാപാത്രം എന്താണ്, ഈ കഥാപാത്രം ഇങ്ങനെ ഒരു വളരെ അരകനായ അല്ലെങ്കിൽ ഒരു സിനിക്കായ ആൾക്ക് അയാളുടെ വീട്ടിൽ ഇങ്ങനെ പിക്കാസോയുടെ ഡാവിഞ്ചിയെ പോലെ അല്ലെങ്കിൽ രവിവർമ്മയെ പോലത്തെ ആളുകളുടെ പെയിൻറ്റിംഗ് ഒന്നും തൂക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആ ക്യാരക്ടർ എന്താണെന്ന് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സ്റ്റഡീഡ് ആവുന്ന രീതിയിൽ നമ്മളവരെ കൺവേ ചെയ്യിപ്പിക്കുക, ആദ്യം തന്നെ കൺവേ ചെയ്യുകയും അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുകയും ഇത്തരം ഹെഡുകളുടെ ഓരോ സെക്ഷൻ്റെയും ക്യാമറയുടെയും ആർട്ടിൻ്റെയും മേക്കപ്പിൻ്റെയും കോസ്റ്റ്യൂംസിൻ്റെയും സെക്ഷൻ ആളുകളെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ പ്രൈമറിയിൽ തന്നെ ഡിസ്കസ് ചെയ്യുകയും അവർക്ക് അതിനെക്കുറിച്ച് ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും ഈ സിനിമയുടെ മൂഡിനെക്കുറിച്ചും ഒരു വിഷൻ കൊടുക്കുമ്പോഴാണ് ഇത്തരം ഒരു ഗ്രൂപ്പായ വർക്കുകളിലൂടെ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ അത് വളരെ നമ്മൾ ഒരു ഡയറക്ടർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ കഥ ആവശ്യപ്പെടുന്ന ആ ഒരു മോഡിലേക്ക് എത്തിച്ചേരുകയും ജനം അല്ലെങ്കിൽ പ്രേക്ഷകൻ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരു സിനിമയ്ക്ക് വളരെ സിനിമയുടെ അകത്ത് ഷൂട്ടിന് മുൻപേ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം നടക്കുന്നു ഒന്നും സിനിമ കാണുന്ന ഒരു പ്രേക്ഷകന് അറിയില്ല. അത് ആ ലൊക്കേഷനിലിരിക്കുന്ന നമ്മൾ കുറച്ച് ആളുകൾക്ക് മാത്രമേ എന്തൊക്കെ അറേഞ്ചിങ്, എന്തൊക്കെ പോരായ്മകളാണ്, ആ പോരായ്മകളില്ലാതെ നികത്തി ഒരു നല്ല സിനിമ പ്രേക്ഷകന് അല്ലെ കാഴ്ചക്കാരന് അത് വളരെ ഗുഡായിട്ട് ചെയ്ത ഒരു സിനിമയാണെന്ന് തോന്നിക്കുന്നിടത്താണ് ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ടീം വർക്കിൻ്റെ വിജയം. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങളുമായി കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും BTV യൂട്യൂബ് ചാനൽ ഇന്നു തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യുക.